ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇതുവരെ കുറച്ച് കമ്പ്യൂട്ടർ സയൻസ് ടോപ്പിക്കുകളായിരുന്നു പഠിച്ചത്. അതായത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എക്സാമുകൾക്ക് വേണ്ടി കേരള PSCയുടെ ഒരു ക്രാക്കർ സീരീസ് ആണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി കുറച്ച് ടെക്നിക്കൽ മാത്തമാറ്റിക്സ് നോക്കാം. അതെന്തെന്ന് വെച്ചാൽ സിലബസ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ടെക്നിക്കൽ മാത്തമാറ്റിക്സും എല്ലാ ബേസിക് എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുകളും നമുക്ക് എക്സാമുകൾക്ക് ഒരു മൊഡ്യൂൾ 1 എന്നും പറഞ്ഞു വരുന്നുണ്ട്. മൊഡ്യൂൾ 2 മാത്രമാണ് നമ്മുടെ കോർ സബ്ജക്റ്റുകളായ, അതായത് കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് സബ്ജക്റ്റുകൾ വരുന്നത് മൊഡ്യൂൾ 2 അപ്പോൾ നമ്മൾ ഇന്ന് മാത്സ് ക്ലാസ്സിലേക്കാണ് കടക്കുന്നത്. ആദ്യം തന്നെ ബൈനോമിയൽ തിയറം നമുക്ക് പഠിക്കാം. അതിനു മുമ്പ് നമുക്ക് സിലബസ് ഒന്ന് ചെറുതായി ഒന്ന് നോക്കി വരാം. റീസെന്റ് ആയിട്ട് ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ എല്ലാ സിലബസും ഈ ഒരു രീതിയിലാണ് വരുന്നത്. അതായത് മൊഡ്യൂൾ 1 എന്നും പറഞ്ഞ് ടെക്നിക്കൽ മാത്തമാറ്റിക്സ് ആദ്യം വരുന്നു, പിന്നീട് ബേസിക് സിവിൽ വരും, ബേസിക് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഇങ്ങനെ മൊഡ്യൂൾ 1 ബേസിക് ആയ എല്ലാം വരും. അതിന്റെ കൂടെ മൊഡ്യൂൾ 2 എന്ന് പറഞ്ഞാൽ നമ്മുടെ കോർ സബ്ജക്റ്റും വരും. അപ്പൊ നമുക്ക് സിലബസ് ബേസ്ഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് ടെക്നിക്കൽ മാത്തമാറ്റിക്സ് സ്റ്റാർട്ട് ചെയ്യാം. സിലബസ് ബേസ്ഡ് ആയിട്ട് ഇങ്ങനെ ക്ലാസ്സുകൾ തുടരുന്നതിന് വേണ്ടി നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും കമന്റുകൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഇടുക. അപ്പൊ നമ്മൾ ഇന്ന് ബൈനോമിയൽ തിയറത്തിലെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം കുറച്ച് ബേസിക് കാര്യങ്ങൾ, പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. കൂടുതലായിട്ട് നമ്മൾ അതിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുകയോ അതൊരു കോംപ്ലിക്കേറ്റഡ് ആക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അറിയേണ്ടത് n ഫാക്ടോറിയൽ എന്താണെന്ന്. ഇത് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്നതാണ്. n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ 5 ആണ് പറയുന്നെങ്കിൽ 5 തൊട്ട് 1 വരെയുള്ള ഇതിൻ്റെത് മൾട്ടിപ്ലിക്കേഷൻ. 5 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 5 × 4 × 3 × 2 × 1 120. ഇനി 3 ഫാക്ടോറിയൽ ആണെങ്കിൽ 3 തൊട്ട് 1 വരെ ഇൻറ്റു ചെയ്തത്. മാത്സ് പഠിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഇത് ഭയങ്കര എന്തോ ടഫാണെന്ന് വിചാരിച്ച് നമ്മൾ തുടങ്ങരുത്. സിമ്പിൾ ആയ കാര്യങ്ങൾ മാത്രം ക്വസ്റ്റ്യൻസ് വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ അത് അത്ര ഭയങ്കര ടഫ് അല്ല. ആക്ച്വലി എനിക്ക് മാത്സ് പഠിപ്പിക്കാൻ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മാത്സ് ഒരുപാട് ടഫാണെന്ന് വിചാരിച്ച് തുടങ്ങരുത്. വലിയ പ്രോബ്ലം ഇല്ലാത്തതാണെന്ന് വിചാരിച്ച് തുടങ്ങിയാൽ മതി. ഇനി അടുത്തതായിട്ട് അറിയേണ്ടത് NCR എന്താണെന്ന്. അതായത് സെലക്ഷൻ ഓഫ് R ഒബ്ജക്ട് ഫ്രം N. ഒരു N ഉള്ള സാധനത്തിൽ നിന്ന് R ഒബ്ജക്റ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്തത്. അതാണ് NCR. അതെങ്ങനെയാണ് വരുന്നത്? n ഫാക്ടോറിയൽ ബൈ R ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് R ഫാക്ടോറിയൽ. അതായത് ഒരു എക്സാമ്പിൾ 5C2. 5 സംഭവം ഉള്ളതിൽ നിന്ന് നമ്മൾ 2 ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാണ്. അതെങ്ങനെയാണ് എഴുതേണ്ടത്? 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഇവിടെ എന്ത് വരും? 2 ഫാക്ടോറിയൽ ഇൻറ്റു 5 മൈനസ് 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 ഫാക്ടോറിയൽ. ഇനി ഇതിന്റെ ഓരോന്നും എന്താണ്? 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5 × 4 × 3 × 2 × 1, അപ്പം 120 വരും. ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 × 1, അതായത് 2 തന്നെ. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 × 2 × 1, അതായത് 6. ഇങ്ങനെയാണ് ഇത് വരുന്നത്. അതാണ് NCR. ഇനി അതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് NCR is equal to NCn minus R. അതെന്താണ്? ഇപ്പൊ വലിയൊരു സംഖ്യ തന്നു 100C98. അപ്പൊ ഇതെങ്ങനെ എഴുതാം? ഈ ഒരു രീതിയിലാണെങ്കിൽ 100C(n minus R) എന്ന് പറയുമ്പോൾ 100 - 98 2. ഇതൊരു എളുപ്പത്തിലായല്ലേ? നമ്മൾ എക്സാമുകൾക്കൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടി എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ 5C2 ഒക്കെ നമ്മളിങ്ങനെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എഴുതാണ്ട് ഇത് മനസ്സിലാക്കുക. ഈ താഴെയുള്ള 2 എന്ന് കണ്ടില്ലേ? ഈ 2 എലിമെന്റ് മാത്രമേ മുകളിൽ ഉണ്ടാകാനും പാടുള്ളൂ. അതായത് ഈ 5നെ 1 വരെ എഴുതാണ്ട് 5 × 4 എന്ന് എഴുതുക. അതുപോലെ തന്നെ താഴത്തെ 2 എന്നുള്ളത് 2 × 1. ഈ സെയിം ആൻസർ തന്നെയായിരിക്കും ഇതിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ? ഇതിൽ നിന്നും ഇങ്ങനെ എഴുതിയതിന്റെ ഗുണം എന്താണ്? 100C2 എന്ന് പറഞ്ഞാൽ മുകളിൽ 2 എലിമെന്റ്സ് മതി. എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയാണ്. 100 × അതിന്റെ തൊട്ടടുത്തുള്ള സംഖ്യയും കൂടി മതി. അതായത് 2 എലിമെന്റ്സ് മതി. ഇൻറ്റു 99 ഡിവൈഡഡ് ബൈ താഴെ വരുന്നത് 2 × 1. അതുകൊണ്ട് എളുപ്പത്തിൽ 100C98 എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ഫുൾ ആയിട്ട് ഇൻറ്റു ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഈക്വൽ ടു 100C2. ഈ 100 - 98 ആക്കി പിന്നെ എങ്ങനെ ഇത് ചുരുക്കാം?
മുകളിൽ എന്തായാലും 2 എലിമെന്റ്സേ ഉണ്ടാവുള്ളൂ. ഈ 2 അനുസരിച്ച് മുകളിൽ 2 എലിമെന്റ്സേ ഉണ്ടാവുള്ളൂ. അത് ഏതൊക്കെയാണ്? ഈ 100ഉം അതിന്റെ തൊട്ട് മുൻപേയുള്ള നമ്പറും. താഴെ വരുന്നത് 2 into 1ഉം. അല്ലാണ്ട് ഇതുപോലെ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് പോളിടെക്നിക് ലെക്ചറിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. The coefficient of x raised to 5 in the expansion of x plus 3 raised to 8. അപ്പൊ ബൈനോമിയൽ തിയറത്തിൽ ആകെ അറിയേണ്ട ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ kth ടേം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ്. അത് വളരെ എളുപ്പമാണ്. nck a raised to n minus k b raised to k. എയും ബി ഒക്കെ എന്താണ്? ഇവിടെ x plus 3 raised to 8 എന്താന്നില്ലേ? ഇതിലാണ് ഈ എക്സ്പ്രഷൻ, ഈ ഇക്വേഷൻ നമ്മൾ കൊടുക്കേണ്ടത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട എ എന്ന് പറഞ്ഞത് ഈ ഫസ്റ്റത്തെ ടേമും ബി എന്ന് പറയുന്നത് സെക്കൻഡ് ടേമും. അപ്പൊ ഇവിടെ എ എന്ന് പറഞ്ഞത് എക്സും ബി എന്ന് പറയുന്നത് 3 ആയിരിക്കും. അതുപോലെ n ഇവിടെ 8 ആണ്. അപ്പൊ kth ടേം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ nck a raised to n minus k b raised to k. അപ്പോൾ എങ്ങനെയൊക്കെയാണ്? അപ്പോൾ നമ്മുടെ ഈ എക്സ്പ്രഷനിൽ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എയും ബിയും എന്നും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? n എന്ന് പറഞ്ഞത് 8, ck a എന്ന് പറഞ്ഞത് x raised to n minus k. n എന്താ? 8 minus k 3 raised to k. അപ്പൊ നമ്മുടെ x raised to 5ന്റെ കോഎഫിഷ്യന്റ് ആണ് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ xന്റെ എന്താണുള്ളത്? x raised to 8 minus k ആണ്. അപ്പൊ ആ 8 minus kയുടെ സ്ഥാനത്ത് 5 ആണ് വരേണ്ടത്. അപ്പോ നമ്മുടെ 8 minus k എന്തായിരിക്കണം? 5 ആയിരിക്കണം. അപ്പൊ k എന്താണ്? k അങ്ങോട്ട് പോകുമ്പോൾ 5 ഇങ്ങോട്ട് വരും. അപ്പൊ 8 minus 5 3. അപ്പൊ kയുടെ സ്ഥാനത്ത് 3 വരുമ്പോഴാണ് എന്ത് വരുന്നത്? x raised to 5 എന്ന് കിട്ടുന്നത്. അപ്പോൾ ബാക്കിയുള്ളതായിരിക്കുമല്ലോ x raised to 5ന്റെ കോഎഫിഷ്യന്റ്. നമുക്ക് നോക്കാം. അപ്പൊ kയുടെ സ്ഥാനത്ത് 3 ഇടാം നമുക്ക്. 8c3 x raised to 8 minus 3 എന്ന് പറയുമ്പോൾ 5. പിന്നെ 3 raised to k എത്രയാണ്? 3. അപ്പോൾ ഈ x raised to 5ന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ബാക്കിയുള്ള ഈ ടേംസ് ആയിരിക്കും. അപ്പൊ 8c3 എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുകളിൽ ഈ 3 എലിമെന്റ്സ് മതി. എല്ലാം ഇൻറ്റു ചെയ്യേണ്ട ആവശ്യമില്ല. 8 into അതിന്റെ തൊട്ട് മുമ്പുള്ള 7 into അതിന്റെ തൊട്ട് മുമ്പുള്ള 6 മതി. അതായത് ഈ കാണുന്ന 3 എലിമെന്റ്സ് മതി മുകളിൽ. താഴെ വരുന്നത് 3 into 2 into 1. 3 into 2 6 into 3 raised to 3 27. ഇതെന്ത് വരും? നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. 6ഉം 6ഉം കട്ട് ചെയ്ത് പോവും. ബാക്കി 1 5 1 2. മനസ്സിലായല്ലോ? അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇതും പോളിടെക്നിക് ലെക്ചററിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. PSCയിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു വളരെ എളുപ്പമായ ക്വസ്റ്റ്യൻ ആണ്. ദ നമ്പർ ഓഫ് ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് x square minus 2/x square raised to 5. ഇത് നമുക്ക് ചെയ്തു നോക്കേണ്ട ആവശ്യമില്ല. നമ്പർ ഓഫ് ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ ചോദിക്കുകയാണെങ്കിൽ ഈ ഇൻഡെക്സിനേക്കാൾ ഒന്ന് കൂടിയ നമ്പർ എടുത്താൽ മതി. 5 plus 1 6 എടുത്താൽ മതി. അതാണ് എത്ര ടേം ഉണ്ടാവുന്നത്. ദ നമ്പർ ഓഫ് ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ ഈ ഇൻഡെക്സിന്റെ ഒന്ന് ആഡ് ചെയ്ത് ആൻസർ എടുത്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടേം ഇൻഡിപെൻഡന്റ് ഓഫ് x ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് x square minus 2/x³ whole raised to 5. അപ്പൊ നമ്മുടെ ബൈനോമിയൽ തിയറം അനുസരിച്ച് ഇതിൽ a എന്ന് പറയുന്നത് x² ആയിരിക്കും, b എന്ന് പറയുന്നത് 2/x³ ആയിരിക്കും, അതുപോലെ തന്നെ n എന്ന് പറഞ്ഞത് 5 ആയിരിക്കും. അപ്പം നമുക്ക് ഇതെങ്ങനെ എഴുതാം? ബൈനോമിയൽ തിയറത്തിന്റെ ഫോമിൽ നമ്മൾ ഇതിനെ എഴുതാം. എന്താണ്? 5, അതായത് nck, ഇവിടെ 5 ആണ്, n 5ck x² raised to, ഇത് a എന്ന് പറയുന്നത് x², b എന്ന് പറയുന്നത് -2/x³ ആണ്. അപ്പോൾ b raised to k ഈ ഫോമിൽ ആദ്യം എഴുതി. ഇനി ഈ എക്സിന്റെ പവർ ആയിട്ട് വരുന്നത് മാത്രം നമ്മളൊരു ഇക്വേഷൻ രൂപത്തിൽ എഴുതുക. അതായത് എക്സിന്റെ പവർ ഇവിടെ എന്താ? 2 ഉണ്ട്, 5 - k. അപ്പൊ ഈ പവർ എല്ലാം നമുക്ക് എഴുതാം. എക്സിന്റെ പവർ ആയിട്ട് വരുന്ന 2 5 - k. അതെങ്ങനെ എഴുതും? 2 into 5 - k. പിന്നെന്താണ്?
എക്സ് ക്യൂബും ഉണ്ട്, എക്സിന്റെ പവർ മൊത്തം എക്സും ഇവിടെ 3 വന്നിട്ടുണ്ട്, ഇവിടെ കെ ഉണ്ട്. അപ്പൊ ഇത് 3k ആണ് വരുന്നത്. അപ്പൊ ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് -3k is equal to 0. നമ്മൾ k എത്രയാണെന്നാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ 2 into 5 10. 10 minus 2k minus 3k is equal to 0. 10 minus 5k is equal to 0 വരും. അപ്പൊ k എന്ത് വരും? 10/5 2 എന്ന് കിട്ടും. ഇനി k ഇവിടെ 2 കിട്ടി. k 2 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് ടേം, അതായത് തേർഡ് ടേമിൽ എക്സ് ഇൻഡിപെൻഡന്റ് ആയി. ഈ ഇക്വേഷനിലെ തേർഡ് ടേമിൽ എക്സ് ഉണ്ടായിരിക്കുന്നതല്ല. നമ്മളപ്പോൾ കണ്ടുപിടിക്കേണ്ടത് തേർഡ് ടേം ആണ്. തേർഡ് ടേം ആണ് ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് വരുന്നത്. അപ്പൊ തേർഡ് ടേം എങ്ങനെ എഴുതാം? T3 എന്നല്ല എഴുതേണ്ടത്, ഇത് T2 + 1 എന്നാണ് എഴുതേണ്ടത്. ബൈനോമിയൽ തിയറത്തില് തേർഡ് ടേം എന്ന് പറഞ്ഞാൽ T3 എന്നല്ല പറയാ, T2 + 1 എന്നാണ്. അപ്പൊ ഇവിടെ ഈ 2 എന്ന് പറയുന്നത് k ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ എക്സ് ഇല്ലാത്ത ബാക്കി പോർഷൻ എഴുതാം. അതേതൊക്കെയാ? 5ck ഉണ്ട്. പിന്നെ എക്സ് ഇല്ലാത്തത് ഏതാ ഇൻഡിപെൻഡന്റ്? -2k. എക്സ് നോക്കണ്ട ആവശ്യമില്ല. ഇനി ഇവിടെ കേക്കൊക്കെ 2 ഇട്ട് കൊടുക്കുക. 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 5c2 -2 ഇവിടെ k2. k എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ 5c2 എന്ന് പറയുമ്പോൾ മുകളിൽ 2 ടേംസ് മതി. 5 into തൊട്ടടുത്ത സംഖ്യ 5 into 4 divided by 2 into 1. ഇവിടെ -2 എന്ന് പറഞ്ഞാൽ 4. 2 പോയി. അപ്പൊ 5 into 4 into 2 40. ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇതുപോലെയുള്ള പല ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ അങ്ങനെയാണ് ചെയ്യേണ്ടത്. എങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഇതിന്റെ ബൈനോമിയൽ എക്സ്പാൻഷൻ എഴുതുക. പിന്നെ എക്സിന്റെ പവർ ഉള്ളതെല്ലാം 0 എന്ന് ഇക്വേറ്റ് ചെയ്തിട്ട് ആ കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തേർഡ്, അതായത് 2 ആണ് ആൻസർ കിട്ടിയെങ്കിൽ തേർഡ് ടേം ആണ് ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ്. ആ 3 എങ്ങനെ എഴുതും? T2 + 1 എന്നാണ് എഴുതേണ്ടത്. എന്നിട്ട് എക്സ് ഇല്ലാത്ത ടേംസ് മാത്രം എഴുതുക. ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ആണല്ലോ ചോദിച്ചത്. അപ്പോൾ എക്സ് ഇല്ലാത്ത ടേംസ് എഴുതിയിട്ട് ആ കേക്ക് ഈ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, നമുക്കപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സിലബസിലെ അടുത്ത ടോപ്പിക് പഠിക്കാം.